എല്ലാവർക്കും നമ്മുടെ ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് അഗ്രികൾച്ചർ ടെക്നിക്സിൽ ധാരാളം ക്രൈസിസ് ഉണ്ട്. ദർ ആർ വെരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രൈസിസ്. ഫോർ ദീസ് വി ഹാവ് ടു അഡോപ്റ്റ് സയൻറ്റിഫിക് മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഓൾ. First is about livestock management. That means rearing of cattle. കന്നുകാലി പരിപാലനം. What is the purpose of that? For milk, meat and agricultural purpose. That is പാല്, മാംസം, കാർഷിക ആവശ്യം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ഉള്ളത്. These are all scientific techniques. High-tech techniques are there. Then cow, there are hybrid varieties, Jersey, Holstein Friesian, Bechur and all. Then what about buffalo, Murrah, Nili Ravi and Badawi. പശുക്കളിലാണെങ്കിൽ ജേഴ്സി പശുക്കൾ, ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, വെച്ചൂർ തുടങ്ങിയ പശുക്കളെയൊക്കെ നമ്മൾ പാലിനും മാംസത്തിനും മറ്റു കാർഷിക ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നു. ഇനി ബഫലോയിലാണെങ്കിൽ മുറ, നീലി രവി, ഭദാവരി എന്നുള്ള ഈ ഇനങ്ങളെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ കുറച്ചും കൂടെ ഹൈടെക് ആയിട്ട് ശാസ്ത്രീയമായൊരു കന്നുകാലി പരിപാലനമാണ്. നെക്സ്റ്റ് ഈസ് ഗോട്ട്, ആടുകളിലാണെങ്കിൽ തലശ്ശേരി, ജംനാപാരി, ബോയർ ഈ തരം വിഭാഗങ്ങളെയൊക്കെ വളർത്തി നമുക്ക് കൂടുതൽ ആദായകരമായ ഇതിലേക്ക് നമ്മൾ നടത്തുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് പൗൾട്രി ഫാമിംഗ്. സയൻറ്റിഫിക് റിയറിംഗ് ഓഫ് ബേർഡ്സ്. അതായത് പക്ഷി പരിപാലനം. എന്തിനൊക്കെ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് പൗൾട്രി ഫാമിംഗ്? ഫോർ എഗ്, മീറ്റ് എക്സെട്ര. ഫോർ എഗ് ആൻഡ് മീറ്റ്, മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൗൾട്രി ഫാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ചിക്കൻ. വാട്ട് ആർ ദ വെറൈറ്റീസ് ഓഫ് ചിക്കൻ? അതുല്യ, ഗ്രാമലക്ഷ്മി ആൻഡ് വൈറ്റ് ലഗോൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലഗോൺ കോഴികൾ, വൈറ്റ് ലഗോൺ. അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ ആണ് ചിക്കൻ്റെ കോഴി ഇനങ്ങളിൽ. അടുത്തത് ഡക്കിൻ്റെ ഇനങ്ങൾ മസ്കവി, ചാര, ചെമ്പല്ലി. താറാവിൻ്റെ ഇനങ്ങളാണെങ്കിൽ മസ്കലി, ചാര, ചെമ്പല്ലി തുടങ്ങിയവയൊക്കെ നല്ല മുട്ടയും മാംസമൊക്കെ ഉള്ള വിഭാഗത്തിൽപ്പെടുത്താം. ക്വെയിൽ മീൻസ് കാടപ്പക്ഷികൾ. അത് ഏതൊക്കെയാണ്? ജാപ്പനീസ്, ബോബ് വൈറ്റ്. ഈ രണ്ട് വിഭാഗത്തിലാണ് ക്വെയിൽ കാടപ്പക്ഷികൾ നമ്മൾ വളർത്തുന്നത്. Next is third is about sericulture. Sericulture means scientific rearing of silkworm. We get natural silk from this silkworm, mulberry silkworm, tussar silkworm and muga silkworm. Muga silkworm is famous for Assam. It is an Assamese product. And we have heard about tussar silk and all sarees, tussar silk saree and all. മൾബറി പട്ടുനൂൽ പുഴു, ടസർ പട്ടുനൂൽ പുഴു, മുഗ പട്ടുനൂൽ പുഴു തുടങ്ങിയവയൊക്കെയാണ് ഈ സെറിക്കൾച്ചറിൽ നമ്മൾ കാണുന്നത്. ഇവയുടെ ഭക്ഷണം മൾബറി ഇലകളാണ്. അടുത്തതും പിസിക്കൾച്ചർ അഥവാ മത്സ്യ കൃഷി. മത്സ്യം എങ്ങനെ ശാസ്ത്രീയമാണ്? സയൻറ്റിഫിക് റിയറിംഗ് ഓഫ് ഫിഷസ്. അതാണ് പിസിക്കൾച്ചർ. അത് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? For edible fish, that is ഭക്ഷ്യ ആവശ്യത്തിന് edible fish നമുക്ക് കഴിക്കാനുള്ള ഫിഷ്. കരിമീൻ, രോഹു, കട്ട്ല. അതിന് ഇംഗ്ലീഷിലാണെങ്കിൽ പേൾ സ്പോട്ട്, രോഹു, കട്ട്ല. നെക്സ്റ്റ് ഈസ് ഓർണമെൻ്റൽ ഫിഷ് ഫോർ അവർ മെൻ്റൽ ഹാപ്പിനെസ് ആൻഡ് ഓൾ. വി ആർ ഫോർ മണി ആൻഡ് ഓൾ. ഗോൾഡ് ഫിഷ്, ഗപ്പി. നമ്മൾ ഫോർ ഓർണമെൻ്റൽ അലങ്കാരത്തിനായിട്ട് വളർത്താറുണ്ട്. Then about prawns, ചെമ്മീൻ, edible prawns, naran and kara. These are very edible prawns. Next is about floriculture. Floriculture means പൂക്കളെ വളർത്തുക. Cultivation of flowering plants. അതായത് for money and all. We get money by cultivating these flowering plants. What is this? മുല്ല, ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം. ഇംഗ്ലീഷിൽ ജാസ്മിൻ, മാരിഗോൾഡ് മീൻസ് ചെണ്ടുമല്ലി, ക്രിസാന്തമം മീൻസ് ജമന്തി, റോസ് ഓർക്കിഡ്, ആന്തൂറിയം. ദീസ് ആർ ദ വെറൈറ്റീസ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് apiculture. Apiculture means scientific rearing of honeybees. You know that honey is very nutritious and it's very tasty also. Then
this is scientific rearing of honeybees. For honey and wax, we are rearing colon, mellifera and nudian varieties of honeybees. Colon, mellifera, nudian. Got it? Clear? Next is about cuniculture. Cuniculture means rearing of rabbits. Scientific rearing of rabbits. ശാസ്ത്രീയമായിട്ട് മുയൽ വളർത്തുന്നതിനാണ് ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്യൂണിക്കൾച്ചർ? ഫോർ മീറ്റ്, ഹെയർ ഓർ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർ എന്നും പറയാം. ഹെയർ, ദെൻ ഓർണമെൻ്റൽ പർപ്പസ്. നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ടും അലങ്കാരത്തിന് വേണ്ടിയിട്ടും നമ്മുടെ മനസ്സിന് സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെ മുയലുകളെ വളർത്താറുണ്ട്. ദെൻ മാംസത്തിനും രോമത്തിനും അലങ്കാരത്തിനും വേണ്ടി മുയലുകളെ വളർത്താറുണ്ട്. ഓർണമെൻ്റൽ അലങ്കാരത്തിനും വേണ്ടിയിട്ടും മാംസത്തിനും വേണ്ടി വളർത്തുന്ന മുയലുകളുടെ വെറൈറ്റി വാട്ട് ഈസ് ദ ഗ്രേ ജയൻ്റ് ആൻഡ് വൈറ്റ് ജയൻ്റ്. ഇനി നമ്മൾ അലങ്കാരത്തിന് വേണ്ടി മാത്രം രോമത്തിന് വേണ്ടി വളർത്തുന്നത്, അലങ്കാരത്തിനും മാംസത്തിനും വേണ്ടി വളർത്തുന്നത് ഗ്രേ ജയൻറ്റും വൈറ്റ് ജയൻറ്റും ആണെങ്കിൽ ഫർ പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ, ഈ ഹെയറിന് വേണ്ടി രോമത്തിന് വേണ്ടി വളർത്തുന്നതാണ് അങ്കോറ. വാട്ട് ഈസ് ദാറ്റ് ടൈപ്പ്? അങ്കോറ ടൈപ്പ് ഓഫ് റാബിറ്റ്. നെക്സ്റ്റ് ഈസ് മഷ്റൂം കൾച്ചർ. കൂടുകളെ വളർത്തൽ. സയൻറ്റിഫിക് കൾട്ടിവേഷൻ ഓഫ് മഷ്റൂം. ശാസ്ത്രീയമായ കൂൺ വളർത്തലിനെയാണ് മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മഷ്റൂം? പാൽക്കൂൺ, ചിപ്പിക്കൂൺ. അതിന് ഇംഗ്ലീഷിൽ ബട്ടൺ മഷ്റൂം, ഓയിസ്റ്റർ മഷ്റൂം എന്ന് പറയുന്നു. നെക്സ്റ്റ് ഈസ് ഹോർട്ടിക്കൾച്ചർ, അതായത് സയൻറ്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ശാസ്ത്രീയമായിട്ട് പഴം, പച്ചക്കറി കൃഷി ചെയ്യലാണ് ഹോർട്ടിക്കൾച്ചർ. അവിടെ വരുന്നത് ഇൻഡിജിനസ് എന്ന് പറഞ്ഞാൽ നാടൻ വെറൈറ്റി. എക്സോട്ടിക് മീൻസ് അന്യദേശ വെറൈറ്റി, അന്യദേശത്തു നിന്ന് വരുന്നത്. ഇപ്പോൾ ഇൻഡിജിനസ് ആയിട്ടുള്ള പഴങ്ങൾ നമ്മുടെ നാടൻ പാളയം, കോടമ്പഴം, ഞാലിപ്പൂവൻ തുടങ്ങിയതൊക്കെ നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ളതാണ്. ദെൻ ലിച്ചി, റംബൂട്ടാൻ, ഡൂറിയാൻ ഇതൊക്കെ എക്സോട്ടിക്. ദോസ് ആർ ഫ്രം other countries. Okay, lychee, rambutan, durian. Next is about medicinal plant cultivation. ഔഷധ സസ്യ കൃഷി. For what is the purpose? For medicine. Then എന്തൊക്കെയാണ്? തുളസി, കറ്റാർവാഴ, വേപ്പ്, ആടലോടകം, കുറുന്തോട്ടി, കൂവളം, രാമച്ചം, കൊടുവേലി. അതിൻ്റെ ഇംഗ്ലീഷിലാണെങ്കിൽ ബേസിൽ, ആലോ, കറ്റാർവാഴയുടെ ആലോ എന്ന് പറയും, നീം വേപ്പ്, ആടത്തോട ആടലോടകം, സിഡ കുറുന്തോട്ടി, കൂവളം, രാമച്ചം ആൻഡ് കൊടുവേലി. ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ളത് നെയിമൊക്കെ നമ്മുടെ നോട്ടുകളിൽ കാണുന്നതാണ്. നോട്ടുകൾ ഞാൻ ഇതിനോടൊപ്പം അയക്കുന്നുണ്ട്. എല്ലാവരും അതൊക്കെ പകർത്തി എഴുതണം. റിട്ടേൺ പരീക്ഷയ്ക്ക് ടെക്സ്റ്റ് ബുക്കും നോട്ട് തരുന്നതും എല്ലാം പഠിക്കണം. Then we have to adopt scientific methods. നമുക്കറിയാം അല്ലേ, സയൻറ്റിഫിക് മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിൽ ഹൈടെക് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ആർ ഡൺ. That is polyhouse farming. Polyhouse farming means crop field is completely or partially covered by transparent polythene sheet. Then what will happen? Temperature and moisture is constantly regulated. How? By covering this transparent polythene sheet. So as a result what happens? Growth of plants become rapid. പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. Then what are the merits? Merits എന്തൊക്കെയാണ്? അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? Nutrients dissolved in water. Nutrients dissolved in water is supplied by drip irrigation. Drip irrigation കൊണ്ട് തുള്ളിതന എന്ന് പറയും, അത് മുഖേന ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ then side is covered by net. So no pest ഇൻഫെസ്റ്റേഷൻ, അതായത് പെസ്റ്റ് കീടങ്ങളുടെ ആക്രമണം ഈ നെറ്റ് കൊണ്ട് പൊതിഞ്ഞതുകൊണ്ട് കീടങ്ങളുടെ ആക്രമണം വളരെ കുറവാണ് ഉണ്ടാവുക. മാത്രമല്ല ഹൈ ക്രോപ്പ് ഈൽഡും കൂടി ഉണ്ടാവും, നല്ല വിളവുകളൊക്കെ ഉണ്ടാവും. കാരണം ഈ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് എപ്പോഴും ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ ഈസ് കോൺസ്റ്റൻ്റ്ലി റെഗുലേറ്റഡ്. Second high-tech agriculture method is precision farming. Precision farming, in this method factors like nature, അതിൻ്റെ മണ്ണിൻ്റെ നേച്ചർ എങ്ങനെയാണെന്ന് നോക്കണം. ക്വാളിറ്റി എങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി, വെദർ ഇറ്റ് ഈസ് അസിഡിക് ഓർ ആൽക്കലൈൻ. ദെൻ pH, അതിൻ്റെ pH നോക്കണം. പിന്നെ എലമെൻറ്റ്സ്, ഹൗ മെനി എലമെൻറ്റ്സ് യു നോ? 20 essential elements are there, so you have to check the elements.
ദെൻ ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് സോയിൽ, ഇതെല്ലാം നോക്കണം. എന്നിട്ട് വേണം നമ്മൾ ഏത് പ്രിസിഷൻ ഫാമിംഗ് നടത്തണമെന്ന് അവിടെ തീരുമാനിക്കേണ്ടത്. ദെൻ വാട്ട് ആർ ദ മെറിറ്റ്സ്? മെറിറ്റ്സ് മീൻസ് സോയിൽ ഈസ് കവേർഡ് ബൈ എ പോളിത്തീൻ ഷീറ്റ്. ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട് ചിത്രത്തിൽ. അതുകൊണ്ട് കവർ ചെയ്യുന്നത് എന്താണ്? പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ, അത് കീടങ്ങൾ കുറയും, കളകളും കുറയും. അതുകൊണ്ട് എന്തുണ്ടാവും? നല്ല ക്രോപ്പുകൾ നന്നായി വളരും. മാത്രമല്ല ലെസ് ഇറിഗേഷൻ, ലിമിറ്റഡ് ഇറിഗേഷൻ മതി. കാരണം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതൊരിക്കലും ഒരുപാട് പ്രശ്നം നടക്കാതെ ആ ഭൂമിയിൽ തന്നെ തങ്ങി നിൽക്കും. കാരണം വാട്ട് ഈസ് ദ പർപ്പസ്? ലിമിറ്റഡ് ഇറിഗേഷൻ ആൻഡ് ലെസ് പെസ്റ്റ് ഇൻവെസ്റ്റേഷൻ. ഇതാണ് മെറിറ്റ്സ്. Next is about cultivation without soil. Suppose we have adverse climatic change or we have less irrigation facilities. What we do? We have to cultivate without soil. First one is hydroponics. What is the method? In this method, these crops are cultivated in the nutritious solution. Okay, nutrient solution. They are cultivated in the nutrient solution. And next is about aeroponics. This is also cultivation without soil. In these times, roots are grown to open air, and their roots are grown to open air, and we are spraying nutrients directly to roots. That is the effectively method. These two methods are cultivation without soil, and this is a very high-tech method in practicing in the agricultural world.